ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചെറുതായിട്ട് തലയും കുത്തി താഴത്തേക്ക് വീണ് അപ്പോൾ ഒന്ന് മരിച്ചുപോയി. അപ്പോൾ നമ്മളെ ഐറ്റംസ് ഒന്ന് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടിരണം ഡീസ്പോൺ ആവണതിൻ്റെ മുന്നേ. എന്തായാലും ബെഡൊന്ന് കൈക്കരിക്കട്ടെ. വേറെ എന്തെങ്കിലും ടൂൾസും സാധനങ്ങളും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ഒരു ബ്രെഡ് എടുത്തുക്കണേ. അപ്പോൾ പെട്ടെന്ന് പോയിക്കണ്ട നമ്മൾ ഐറ്റംസ് ഒന്ന് എടുത്തുകൊണ്ടിരണം. ഒരു കേവിലാണുള്ളത്. കേവ് വെച്ചാൽ അത്ര അടിയിലേക്ക് പോകണ്ട, മേലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പോയി എടുക്കട്ടെ. ഈ ഭാഗത്താണുള്ളത്. നമുക്കൊന്ന് ഹിറ്റ് ബോക്സ് ഒന്ന് ഓണാക്കിയിടാം. എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഐറ്റംസൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ബ്ലോക്കും കയ്യിലിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം. അധികം അടിയിലേക്കൊന്നും പോയിട്ടില്ല. ഈ മേലെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. നമുക്ക് ഈ ലാവ ഒന്ന് അപ്പുറത്തേക്ക് കിടക്കണം. അവിടെ കുറച്ച് മോബൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് വെച്ച് കണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. ഒരു ക്രീപ്പർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ബെഡ് വെച്ച് നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യാം. നമ്മളടുത്തെത്തി. നമുക്കെന്തായാലും മരിക്കണേന് നല്ലത്. അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചാൽ നമ്മൾ മരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ബെഡും പോവും. എന്തായാലും നമ്മളെ ബെഡ് തിരിച്ചിട്ടി നിന്ന് റീസ്പോൺ സെറ്റ് ചെയ്യാം. നമ്മൾ ഐറ്റംസ് ഒന്ന് പെട്ടെന്ന് പോയി എടുത്തോണ്ടാ. ഇവിടെ കിടക്കണ്ടല്ലാതും നമ്മളെ ആർമറൊക്കെ നമുക്ക് കിട്ടി. ഹെൽമെറ്റും കൂടി കിട്ടാണ്ട് നമ്മളെ കയ്യിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കുറച്ചുകൂടി ഐറ്റംസ് അവിടെ ഉണ്ട് തോന്നുന്നത്. ഇവിടെ എല്ലാ ഭാഗത്തും ക്രീപ്പറും മോബൊക്കെയാണ്. നമ്മളെ പിക്കാസും സാധനങ്ങളൊക്കെ കിട്ടി. ഇത്രയും സാധനം ഞാൻ കൊടുത്തിട്ടുള്ളതിന്, കൂടുതൽ സാധനമൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ എമറാൾഡൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കാം. സിൽ ടച്ച് ആയതുകൊണ്ട് നമ്മളെ കൈക്കൊക്കെ തന്നെ ബ്ലോക്ക് ആയിട്ട് വരും. നമ്മൾ എന്തെങ്കിലും ഡെക്കറേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇത് കിട്ടാൻ കുറച്ച് റെയറാണ്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം. നമ്മൾ ചെയ്യാൻ പോണ ഒരു വുഡിൻ്റെ ഫാർമാണ്. അപ്പോൾ അത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കണം. ഒരു ഷൾക്കർ ബോക്സ് ഇവിടെ വെക്കുന്നുണ്ട്. ഇതിലാക്കി വെക്കാം നമുക്ക് സാധനങ്ങളൊക്കെ. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് കുറച്ച് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് ബ്ലോക്ക് നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലോക്ക് കിട്ടിയാണ്. ഇത്രയും ബ്ലോക്ക് നമുക്ക് മതി. നമുക്ക് ഇതൊന്ന് നമുക്ക് വീട്ടിൽ പോവാം. ഇനി ഈ പെട്ടി ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം ഇതിന് എടുക്കട്ടെ. പിന്നെ നമുക്ക് ഒരു പെട്ടീൻ്റെ കൂടി ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ഒരു പെട്ടിയിൽ വെക്കാൻ. എന്ന് വെച്ചാൽ ഫാർമിൻ്റെ സാധനങ്ങൾ മാത്രം ഒരു പെട്ടിയിൽ. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കണം നമുക്ക്. അതിന് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പൂവൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ആയിട്ട് റെഡ് ഡൈ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഈ ബോക്സ് അല്ല, ഈ ബോക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് കളർ ചെയ്തെടുക്കാം. റെഡ് കളറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫാർമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുമ്പോൾ ഈ പെട്ടിയാണ് യൂസ് ചെയ്യുക. ഇതിൽ ഫാർമിൻ്റെ ഒക്കെ മാത്രം സാധനങ്ങൾ വെക്കുള്ളൂ. നമുക്ക് ആവശ്യത്തിനൊരു ബ്ലോക്ക് അയക്കണേ. നമുക്ക് കുറച്ചുകൂടി സ്ലാബ് വേണം. ഒന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. സ്ലാബ് അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തേ. നമുക്ക് അടുത്ത് കുറച്ച് വുഡ് വേണം. വുഡ് നമ്മളെ കയ്യിലില്ല. കുറച്ച് സാപ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ബോൺവീൽ ചെയ്യാം. 3 ഉള്ളൂ. കറക്റ്റിന് 3 കിട്ടി. നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. അതങ്ങനെ സെറ്റായി. നമുക്ക് ആവശ്യത്തിനുള്ള വുഡ് കിട്ടിയിരിക്കണേ. ഇത് മതിയാവും. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് വേണം. അപ്പോൾ 2 അയണിൻ്റെ ആവശ്യമുണ്ട് ഷിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അയൺ ഇങ്ങനെ വരുന്നത് കാണാം. ഇപ്പം എന്താ അറിയില്ല, ഇടയ്ക്ക് വരുള്ളൂ. നമുക്ക് 2 അയൺ ഇതിൽ നിന്ന് എടുക്കാം. ഇനി ഒരു ഷിയർ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ലീവ്സ് ഇതിൽ നിന്ന് കളക്ട് ചെയ്യാം. നമ്മൾ വെട്ടി മാറ്റിയ മരം തന്നെ ഉണ്ട് ഇവിടെ. അതിന് കുറച്ചും കൂടി ലീവ്സ് നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാം. അതങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടി. ഇനി നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. നമ്മളതിൽ കുറച്ച് എൻട്രപ്രൈസ് ഉണ്ട്. നമുക്ക് വീടിൻ്റെ മേൽക്കൊന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് എത്താം. അടുത്ത് നമുക്കൊരു ബോട്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മളീ പെട്ടീൻ്റെ ഒരു ബോട്ടുണ്ട് ഈ പെട്ടിയിൽ. നമുക്ക് അതെടുത്ത് വെക്കാം. നമുക്ക് കുറച്ച് റെഡ് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. റെഡ് സ്റ്റോണും അങ്ങനെ കിട്ടി. ഇത് ഇതിൽ വെക്കാം. ഇനി കുറച്ച് റെഡ് സ്റ്റോൺ ടോർച്ച് ഉണ്ടാക്കാം നമുക്ക്.
അത് നമ്മൾ ഈ പെട്ടിയിൽ വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രഷർ പ്ലേറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ വുഡുണ്ട്, വുഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. 2 മതി. അതങ്ങനെ നമ്മൾ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രോപ്പറിൻ്റെ ആവശ്യമുണ്ട്. അത് നോക്കട്ടെ, ക്രാഫ്റ്റ് ചെയ്യണത് മറന്നുപോയി ഞാൻ. നമുക്ക് കോബിൾ സ്റ്റോണും റെഡ് സ്റ്റോണും മതി. അപ്പോൾ കുറച്ച് കോബിൾ സ്റ്റോൺ ഞാൻ ഒപ്പിച്ചിട്ട് വരട്ടെ. ഇതിൽ നമുക്ക് ഈ പിക്കാസ് എടുക്കാം. നമ്മളെ പിക്കാസിൽ സിൽ ടച്ച് ഉണ്ടായതുകൊണ്ട് കോബിൾ സ്റ്റോൺ കിട്ടൂല. അതങ്ങനെ നമുക്ക് 18 കിട്ടി. തൽക്കാലത്തിന് ഇപ്പോൾ മതി. അങ്ങനെ നമ്മൾ അതും ക്രാഫ്റ്റ് ചെയ്തേക്കണേ. നമുക്ക് കുറച്ചും കൂടി വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സാപ്ലിങ് നട്ട് വെച്ചതിന് ശേഷം ബോൺ മീൽ ചെയ്യാം. ഈ പെട്ടിയിൽ കുറച്ചുകൂടി ബോൺ ഞാൻ കണ്ടിരുന്നു. അത് നോക്കട്ടെ. ഈ പെട്ടിയിൽ 4 ബോൺ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോൺ മീൽ ചെയ്യാം. 12 നമുക്ക് കിട്ടി. അതങ്ങനെ നമുക്ക് വലിയ മരം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് പോവാം. മേലിന് അടിയിലേക്ക് മൈൻ ചെയ്യണതാണ് ഒന്നുകൂടി സുഖം. നമുക്ക് ലൈറ്റർ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് എത്താനും പറ്റും. നല്ലപോലെ ഒന്ന് ഇതിൻ്റെ മേലെ ലാൻഡ് ചെയ്താൽ മതി. നമുക്ക് ഈ ഭാഗത്തുനിന്ന് നേരെ താഴത്തേക്ക് പൊട്ടിച്ച് മാറ്റി പോവാം. നമുക്ക് കിട്ടിയ വുഡ് വെച്ച് നമുക്ക് കുറച്ച് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തേക്കണേ. അത് നമുക്ക് പെട്ടിക്ക് വെക്കാം. കുറച്ച് ലെവർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. ഒരു 4 ലെവർ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേ. ഈ പെട്ടിക്ക് എത്തിയിരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ഫെൻസ് ഗേറ്റിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ 10 ക്രാഫ്റ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയറിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റെയർ അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് ഒബ്സർവർ വേണം. അതിന് കോഡ്സ് ബ്ലോക്ക് വേണം. നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് അത് നോക്കട്ടെ, പെട്ടിയിലുണ്ടോയെന്ന് നോക്കട്ടെ. അതുപോലെ നമ്മളെ പെട്ടിയിലൊന്നും കോഡ്സ് ബ്ലോക്ക് ഇല്ല. നമുക്ക് പെട്ടെന്ന് നെതറിൽ പോയി നമുക്ക് എടുത്തോണ്ടാം. നമുക്കൊരു പിക്കാസ് ഒന്ന് വാങ്ങണം. നമുക്ക് കുറച്ച് എമറാൾഡ് എടുത്തുകൊണ്ട് പിക്കാസ് വാങ്ങാം. എന്നിട്ട് അതിൽ നമുക്ക് ഫോർച്യൂൺ ആഡ് ചെയ്യാം. ഫോർച്യൂൺ ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഐറ്റംസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു ഡയമണ്ട് പിക്കാസ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ എൻജൻസ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലുള്ള എൻജനൊന്ന് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലെ ബുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എഫിഷ്യൻസി 5 നമുക്ക് വാങ്ങാം. നമ്മളെ പഴയ പിക്കാസിനും എഫിഷ്യൻസി 4 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനൊരു ബുക്ക് വാങ്ങണം. അപ്പോൾ 2 ബുക്ക് നമുക്ക് വാങ്ങാം. ഒന്നുകൂടി വാങ്ങട്ടെ. ഇനി നമുക്ക് അൺബ്രേക്കിങ് മെൻഡിങ് ആ ബുക്ക് കൂടി വേണം. എന്നിട്ട് നമുക്ക് ഒന്ന് പിക്കാസ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ പിക്കാസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പിക്കാസ് വെച്ചിട്ട് നമുക്കൊന്ന് നെതർ പോയി കണ്ട് നമുക്ക് കോഡ്സ് മൈൻ ചെയ്ത് കൊണ്ടുവരണം. കോഡ്സ് പിന്നെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. നമ്മളെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. നമ്മൾ പോർട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇതൊന്ന് മൈൻ ചെയ്തെടുക്കാം. പിന്നെ ഫോർച്യൂൺ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഐറ്റംസ് കിട്ടും. നമുക്ക് ആ ഏരിയക്കകത്തൊന്ന് പോയി നോക്കാം. ഇവിടെ താഴെ ഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് മെല്ലെ പറന്ന് താഴത്തേക്ക് ഇറങ്ങാം. ഇനി ഇതൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. ഈ ഭാഗത്ത് കുറച്ചധികം ഉണ്ട്. താഴത്തേക്ക് ഉണ്ട്. നമുക്ക് ഒന്ന് മൈൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിക്കോളും. നമുക്ക് ഏകദേശം 1.5 സ്റ്റാക്കോളം കോഡ്സ് ബ്ലോക്ക് കിട്ടി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. കുറച്ചുകൂടി നമുക്ക് എടുക്കാം. ഈ ഭാഗത്തൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ട്. ഏകദേശം നൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഐറ്റംസൊക്കെ ആയി. നമുക്ക് ഒബ്സർവർ ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ നമ്മൾ 4 ക്രാഫ്റ്റ് ചെയ്തിരിക്കണേ. നമുക്ക് ഈ പെട്ടിക്കകത്ത് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മളതിൽ കുറച്ച് ഗ്ലാസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഈ പെട്ടിക്കകത്ത് വെക്കാം. അതുപോലെ നമ്മൾ സൈൻ ബോർഡും TNT ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് ആവശ്യമുള്ളത് പിസ്റ്റണാണ്. അപ്പോൾ അതിനാവശ്യമുള്ളത് കോബിൾ സ്റ്റോണും പിന്നെ കുറച്ച് വുഡും അയണും റെഡ് സ്റ്റോണും മതി. അപ്പോൾ ഒന്ന് സെറ്റാക്കട്ടെ. അതങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ ട്രാപ്പ് ഡോറും വെച്ചാണ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇത് മേലേക്കൊന്ന് പറന്ന് നോക്കട്ടെ. ഇവിടെ നല്ല വ്യൂ കിട്ടും. ഒരു നല്ലൊരു ഐലൻഡ് ഉണ്ടെങ്കിൽ ആ ഐലൻഡിൽ ബിൽഡ് ചെയ്തൊക്കെയായിരുന്നു. നമ്മളെ ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമ്മൾ അയൺ ഫാമൊക്കെ അതാ വർക്കിംഗ് ആണ്. ഇതൊരു ഐലൻഡാണ് തോന്നുന്നുണ്ട്. അത് ഏകദേശം ഐലൻഡാണ്. നമുക്ക്
അപ്പുറം വരെ ഒന്ന് പോയി നോക്കണം, നല്ല മനസ്സിലാവുള്ളൂ. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് വെള്ളം ഇല്ലാത്തതുണ്ട്, നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഫാമും കാര്യങ്ങളൊക്കെ ഈ ഐലൻഡിൽ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ ഫാം നമുക്ക് ഏകദേശം ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് ലാൻഡ് ആയതിൻ്റെ ശേഷം ഒന്ന് നോക്കട്ടെ. നമുക്ക് നമ്മളെ പെട്ടി ഇവിടെ വെക്കാം. ഇനി ഇതിൽ നിന്ന് എടുക്കാം നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കണത്. ഇതൊന്ന് മൈൻഡ് ചെയ്തൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഇത് വൈ ലെവല് 66 ആ ലെവലിലാണ് നിൽക്കുന്നത്. നമുക്കൊരു വൈ ലെവല് കടലിൻ്റെത് വൈ ലെവല് 42ആണ്. നമുക്കൊരു 44 അല്ലെങ്കിൽ 45 ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാ ഈ ഐലൻഡ് മൊത്തത്തിൽ ആ ഒരു ഏരിയയിലാക്കിയെടുക്കണം. നമ്മൾ കടലിന് 2 ബ്ലോക്ക് ഹൈറ്റിലാക്കി മാറ്റി. എന്ന് വെച്ചാൽ 65 ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഏരിയ മൊത്തത്തിൽ 65 ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് ഷവല് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ ഇവന്മാരെ കയ്യിൽ നിന്നൊരു ഷവല് വാങ്ങുകയാണ്. ഇനി ഇതിലത്തെ എൻജൈൻ്റ് ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള എൻജൈൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എഫിഷ്യൻസി 5, അതുപോലെ മെൻഡിങ്, അൺബ്രേക്കിങ്, പിന്നെ നമുക്ക് സിൽ ടച്ച് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ആഡ് ചെയ്യട്ടെ. ഇനി നമുക്ക് നമ്മൾ അവസാനത്തെ ബുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ള് സെറ്റായി. ഇനി നമുക്കൊന്ന് മൈനിങ്ങിന് പോകണം. ഇനി നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് 65 ലെവലിലൊന്ന് മൈൻ ചെയ്തെടുക്കണം. കുറച്ച് ഏരിയ നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലത്തിന് നമ്മളെ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കട്ടെ. അതങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ബ്ലോക്ക് നമുക്ക് മൈൻ ചെയ്ത് മാറ്റേണ്ടി വന്ന്. കുറച്ച് അപ്പുറത്തെ പെട്ടിയിലുണ്ട്, ഈ ഭാഗത്ത് കുറച്ചുണ്ട്. നമ്മൾ റെഡ് പെട്ടി എടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളെടുത്ത് നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഈ ഏരിയക്കകത്താണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്ലോക്ക് വെച്ചതിൻ്റെ ശേഷം നമുക്ക് 9 സ്ലാബ് നമുക്ക് നേരെ മുന്നിലേക്ക് വെക്കണം. ഇതുപോലെ ഇനി 2 ബ്ലോക്ക് ഓപ്പോസിറ്റ് സൈഡും വെക്കണം. ഇനി ഇതുപോലെ ഏകദേശം 5 ബ്ലോക്ക് അകത്ത് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു മാറ്റണം. ഇനി ഇതിൻ്റെ സൈഡത്തെ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ചു മാറ്റുക. അതുപോലെ അടിയത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കണം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ചെസ്റ്റ് വെക്കണം. ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റോറേജിൻ്റെ ഏരിയ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളി നമ്മൾ ചെസ്റ്റ് വെച്ചൊന്ന് കവർ ചെയ്യണം. ഇതുപോലെ ഡബിൾ ചെസ്റ്റ് വെക്കണം എല്ലാ ഭാഗത്തും. ഇനി ഹോപ്പർ വെച്ച് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ അബദ്ധം പറ്റി, നമുക്ക് 4 ഹോപ്പർ വെച്ചാൽ മതി, അത്രയ്ക്ക് നമ്മൾ സ്റ്റോറേജ് ഉള്ളൂ. നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ബ്ലോക്കിൽ നമ്മൾ താഴത്തേക്ക് മൈൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്ലാബ് വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതിനകത്ത് എല്ലാ ബ്ലോക്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം. അങ്ങനെ രണ്ടാമത്തെ ബ്ലോക്കിൽ ഒഴിച്ച് ഇനി ഏറ്റവും മേലത്തെ ബ്ലോക്കിൽ ഒന്നും കൂടി ഒഴിച്ച് വെക്കണം. ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ ബ്ലോക്ക് വെച്ച് അവസാനിച്ച ഈ ഭാഗത്ത് നമ്മൾ 11 ബ്ലോക്ക് ഇതുപോലെ നേരെ വെക്കണം. ഇനി ഇത് 2 സൈഡൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ വെച്ചതും ഇതും ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സോളിഡ് ബ്ലോക്ക് വെച്ചതിൻ്റെ അടുത്ത് ഒരു സ്റ്റെയർ ഇതുപോലെ വെക്കണം. ഇനി നമ്മൾ സ്റ്റെയർ വെച്ച ഭാഗത്തുനിന്ന് ഒരു 3x3 ബ്ലോക്ക് ഒന്ന് മൈൻ ചെയ്ത് മാറ്റണം, ഏകദേശം ഇതുപോലെ. ഇതിനൊരു സ്ലാബ് ഇവിടെ വെച്ചതിൻ്റെ ശേഷം ഒരു പ്രഷർ പ്ലേറ്റ് ഇതിൻ്റെ മേലെ വെക്കണം നടുക്കായിട്ട്. ഇനി നമുക്ക് ഒരു ഡ്രോപ്പർ വെക്കണം നടുക്കായിട്ട് ഇതുപോലെ. ഇനി ഇതിനെ കണക്ട് ചെയ്ത് കണ്ട് നമുക്ക് ഹോപ്പർ വെക്കണം, 2 സൈഡിലും ഇതുപോലെ വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചെസ്റ്റ് വെക്കണം, ഒരു ഡബിൾ ചെസ്റ്റ് കൊടുന്ന് വെക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്യണം. ഇനി ഇത് ചെസ്റ്റ് വെക്കാം. ഈ ബ്ലോക്ക് മേലാണ് നമ്മൾ വെക്കേണ്ടത്, ഇതുപോലെ ഒന്ന് വെക്കണം. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്കൊരു ഒബ്സർവർ വെക്കണം. ഇതിൻ്റെ മേലെ നമുക്കൊരു റെസ്റ്റോൺ ടെസ്റ്റ് ഇടണം. ഇനി ഇതിൻ്റെ അടുത്തൊരു ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ലെവർ വെക്കണം. ഇനി ഈ ബ്ലോക്കിലൊരു സൈൻ ബോർഡ് വെക്കണം. ഇനി ഈ ഭാഗത്ത് ചെസ്റ്റിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് വെക്കണം. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു ട്രാപ്പ് ഡോർ വെക്കണം. അതിങ്ങനെ തുറന്ന് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഒരു ഗ്ലാസ് പെയിൻ വെക്കണം. ഇനി ഇതിൻ്റെ താഴെയുള്ള 2 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഷേപ്പാക്കി മാറ്റിയിരിക്കണേ. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കറക്റ്റിന് ആ ബോക്സൊക്കെ പോയിരിക്കും എല്ലാ ബ്ലോക്കും കാര്യങ്ങളൊക്കെ.
ഇനി വെള്ളം ഒഴിച്ചതിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബ്ലോക്ക് വെക്കണം. ഇനി ഈ ഭാഗത്തുനിന്ന് 3 ബ്ലോക്ക് വെക്കണം. ഇനി കുറച്ച് ടെമ്പററി ബ്ലോക്ക് വെക്കാണ്ട് 4 അതുപോലെ വെക്കണം. എന്നിട്ട് ബാക്കി പിന്നെ നമ്മൾ സ്ലാബ് ഇതുപോലെ തന്നെ വെക്കണം. അങ്ങനെ നമ്മൾ വെച്ച ബ്ലോക്കിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ കറക്റ്റിന് ഇതുപോലെ വന്ന് നിൽക്കും. ഇനി ഈ ഭാഗത്തുനിന്ന് 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു ടെമ്പററി ബ്ലോക്ക് വെക്കണം. ഒന്നും കൂടി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ലീവ്സ് വെക്കണം. ലീവ്സ് ഇതുപോലെ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണേ. ഇനി അതൊന്ന് വാട്ടർ ലോഗ് ചെയ്തെടുക്കണം. ഈ ലീവ്സിൻ്റെ ബ്ലോക്കൊക്കെ നമ്മൾ വാട്ടർ ലോഗ് ചെയ്തെടുത്തണേ. ഇനി ഇത് ബോംബ് വീണാലും ഇത് പൊട്ടൂല, അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തണേ. നമ്മൾ ഈ ഭാഗത്ത് വുഡ് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു TNT ഡൂപ്പർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു TNT വെച്ച് കൊടുത്താൽ മതി. നമുക്ക് കയ്യിലൊരു TNT എടുത്തതിൻ്റെ ശേഷം ഇതിന് ചേർത്തൊരു TNT വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അവിടുത്തെ ലിവർ യൂസ് ചെയ്താൽ ഇത് വർക്കിംഗ് ആവേണ്ടതാണ്. ഇനി ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ട് കുറച്ച് ബ്ലോക്ക് വെക്കണം നമുക്ക്. ഇനി TNTൻ്റെ മേലായിട്ട് നമുക്ക് സ്ലാബാണ് വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേൽ കൂടി എല്ലാത്തും കൂടി നമുക്ക് റെഡ് സ്റ്റോൺ ഒന്ന് ഓടിക്കണം, ഏകദേശം ഇതുപോലെ. ഇനി ലിവർ ഒന്ന് യൂസ് ചെയ്താൽ നമ്മൾ TNT ഡൂപ്പർ വർക്കിംഗ് ആയതാണ്. കറക്റ്റിന് TNT വരുന്നുണ്ട്. ആദ്യത്തെ 2 നമ്മൾ അടിയിൽ നിന്ന് പൊട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കറക്റ്റിന് നമ്മൾ ലീവ്സ് വെച്ച് കൊടുത്ത് തന്നെ പൊട്ടും. വർക്കിംഗ് ആണ് ഇപ്പോൾ സംഭവം. ബാക്കി വുഡ് ഫാർമിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് സാപ്ലിംഗ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ സെറ്റാക്കി എടുക്കാം. അതങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ഈ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് മാറ്റണം. ഇപ്പോൾ ഫാർമൊക്കെ സെറ്റായി. നമ്മളെ കയ്യിൽ ബോൺ വീൽ വേണം. ഈ 2 പെട്ടിയിലും ബോൺ വീൽ വെച്ചാൽ ഇത് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ബോൺ വീൽ എടുത്തോണ്ടണം എവിടെയെങ്കിലും. നമുക്ക് കുറച്ച് ബോൺ വീൽ നമുക്ക് കിട്ടിയിരിക്കണേ. ഇനി ഫസ്റ്റ് ടൈം നമുക്ക് ഈ ഭാഗത്ത് വന്ന് നിൽക്കണം. ഈ ഭാഗത്തായി നമ്മൾ വന്ന് നിൽക്കേണ്ടത്. ഇനി ഈ പെട്ടിക്കകത്ത് നമുക്ക് ബോൺ വീൽ നിറച്ച് വെക്കണം. അയ്യോ താഴെ പോയി. നമുക്ക് ഈ പെട്ടിയിൽ ബോൺ വീൽ നിറച്ച് വെക്കണം. ഇനി നമ്മളെ ഫാം ഓണാക്കിയതിൻ്റെ ശേഷം ആ ഭാഗത്ത് തന്നെ പോയി നിൽക്കണം. ഇപ്പോൾ ഫാം വർക്കിംഗ് ആണ്, പക്ഷെ നമുക്ക് ഡാമേജ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നല്ലപോലെ നോക്കണം. ഈ ഗ്ലാസിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമുക്ക് ഡാമേജൊക്കെ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്നിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷെ ഒന്നും പ്രത്യേകിച്ച് നടക്കണില്ല. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് ആയതുകൊണ്ട് മാറ്റി കൊടുക്കണം. ഇതുപോലെ വെക്കണം. എന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്താണ് നമ്മൾ വുഡ് ഫാർം ചെയ്യണം. അപ്പോഴാണ് ആവുള്ളൂ. നമ്മൾ കറക്റ്റിന് ഈ ഭാഗത്ത് നിന്നതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നേരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിന്നാൽ മതി. കറക്റ്റിന് ആ പോയിൻ്റ് കിട്ടണം, എന്നാലേ നല്ലപോലെ കിട്ടുള്ളൂ. TNT ഒന്ന് വീണതിനനുസരിച്ച് നമുക്ക് ലോഗ് കിട്ടിക്കൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഫാർം ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഭാഗത്ത് കറക്റ്റിന് നിൽക്കണം. കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഡാമേജ് കിട്ടുന്നത്. നമ്മളെ കയ്യിലുള്ള ബോൺ മീലൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി ബോൺ മീൽ ഒപ്പിച്ചിട്ട് വരാം. ബോൺ മീൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കറക്റ്റിന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിന്നാൽ മതി. പക്ഷെ നമുക്ക് ഡാമേജ് കിട്ടുന്നുണ്ട്. അതൊന്ന് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ തന്നെ ഒന്ന് ക്ലിയർ ആക്കണം. ഇതുപോലെ നിന്നാൽ നമുക്ക് പെട്ടെന്ന് വുഡ് കിട്ടിക്കൊണ്ടേ ഇരിക്കും. നമ്മളെ പെട്ടിയിൽ ഇതുപോലെ വന്നിരിക്കും നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ. അപ്പോൾ ഈ ഫാർം ഒന്നുകൂടി നമുക്ക് അടിപൊളി ആക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.